എന്താണ് ഗിരികന്ധരങ്ങൾ? ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ അപരദനത്തിലൂടെ ഹിമാലയ പർവതനിരക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. ചൂടുനീരുറവകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമാകുന്നു. പർവത രൂപീകരണം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂടുപിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായെത്തുന്നതാണ് ചൂടുനീരുറവകൾ. ഹിമാലയ പർവത ഭാഗങ്ങളിൽ ധാരാളം ചൂടുനീരുറവകൾ കാണാം. ചൂടുനീരുറവകൾക്ക് ഉദാഹരണമാണ് നുബ്ര താഴ്വര, മണികരൺ, ഖിർഗംഗ. ചൂടുനീരുറവകളിൽ നിന്നുള്ള ഭൗമതാപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. ഹിമാചൽ പ്രദേശിലെ മണികരൺ ചൂടുനീരുറവയിൽ നിന്ന് ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചൂടുനീരുറവകൾക്കുള്ള എക്സാമ്പിളാണ് നുബ്ര താഴ്വര, മണികരൺ, ഖിർഗംഗ എന്നിവയെല്ലാം. കൂടുതൽ SCERT വീഡിയോകൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.